എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ടിനി. ഉപ്പൂറ്റി വേദനയെ പറ്റിയാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നത്. അതായത് പ്ലാന്റാർ ഫേഷ്യേറ്റീസ് കാരണമുണ്ടാകുന്ന ഉപ്പൂറ്റി വേദന. ഈ പ്ലാന്റാർ ഫേഷ്യ എന്ന് പറയുന്നത് നമ്മുടെ കാലിൻ്റെ അടിഭാഗത്തായിട്ട് എല്ലുകളെ കവർ ചെയ്തിട്ട് കാണുന്ന ഒരു കട്ടി കൂടിയ ചർമ്മമാണ് ഈ പ്ലാന്റാർ ഫേഷ്യ എന്ന് പറയുന്നത്. അത് ശരിക്കും ഒരു ഷോക്ക് അബ്സോർബറായിട്ട് പ്രവർത്തിക്കുന്നു. അതായത് നമ്മൾ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഓടുമ്പോഴും ചാടുമ്പോഴും ഒക്കെ പ്രഷർ ഉണ്ടാവുമല്ലോ. ആ പ്രഷറിൽ നിന്നും നമ്മുടെ എല്ലുകളെ സംരക്ഷിക്കുകയാണ് ഈ പ്ലാന്റാർ ഫേഷ്യ ചെയ്യുന്നത്. പക്ഷേ ചില സാഹചര്യത്തിൽ പ്ലാന്റാർ ഫേഷ്യയ്ക്ക് ഇൻഫ്ലമേഷൻ സംഭവിക്കും, നീർക്കെട്ടൊക്കെ സംഭവിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു കട്ടി മാറിയിട്ട് ഒരു ചെറിയ മൃദുത്വം ഉണ്ടാവും. അങ്ങനെ വരുമ്പോൾ ഈ പ്ലാന്റാർ ഫേഷ്യ ഇൻഫ്ലെയിംഡ് ആയല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ പ്രഷർ കാരണം നമ്മുടെ എല്ലുകൾ ഈ ഫേഷ്യയെ എന്താ പറയുക പ്രസ് ചെയ്യുക അല്ലെങ്കിൽ കുത്തും. അങ്ങനെയാണ് നമുക്ക് ഈ വേദന അനുഭവപ്പെടുന്നത്. ഇത് കൂടുതലായിട്ടും കാണുന്നത് ഈ കായിക താരങ്ങളിൽ കാണാറുണ്ട്. പിന്നെ ഒരുപാട് നേരം നിന്ന് ജോലി ചെയ്യുന്ന ഈ ടീച്ചേഴ്സ് പോലുള്ളവരിൽ, പിന്നെ ഈ ട്രാഫിക്കിലൊക്കെ ജോലി ചെയ്യുന്ന പോലീസ് അങ്ങനെയുള്ളവരിലും ഒക്കെയാണ് ഇത് കൂടുതലായിട്ടും കാണുന്നത്. പിന്നെ വെയിറ്റ് കൂടിയവരിലും ഇത് കണ്ടുവരാറുണ്ട്. പിന്നെ പ്രായമായവരിലും തേയ്മാനത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ ഇത് കാണാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് സ്റ്റേജിൽ നമുക്കിത് കണ്ടുപിടിക്കാൻ പറ്റിയാൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ പറ്റും. 100% ക്യൂർ ഉള്ളൊരു രോഗമാണ് പ്ലാന്റാർ ഫേഷ്യേറ്റിസ് എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ ആദ്യ ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെയും ചികിത്സ തേടേണ്ടതാണ്. ആദ്യത്തെ ഒരു ലക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾക്ക് കാലിൻ്റെ അടിഭാഗത്ത് പുകച്ചിലോ അല്ലെങ്കിൽ നല്ല വേദനയൊക്കെ അനുഭവിക്കും. പക്ഷെ കുറച്ച് എഴുന്നേറ്റൊന്ന് കുറച്ച് സ്റ്റെപ്പ് നടന്ന് അല്ലെങ്കിൽ അവിടെ നിന്ന് സ്ട്രെച്ച് ഫൂട്ടൊന്ന് സ്ട്രെച്ച് ചെയ്യുമ്പോഴൊക്കെ ഈ ഒരു വേദന നമുക്ക് നന്നായിട്ട് കുറയും. നെക്സ്റ്റ് ഡേ ഇങ്ങനെ തന്നെ വരുമെങ്കിലും പക്ഷെ നമ്മളിങ്ങനെ നടക്കുന്നത് മൂലം അല്ലെങ്കിൽ സ്ട്രെച്ച് ചെയ്യുന്നത് മൂലം ഈ വേദന കുറയാൻ സാധ്യതയുണ്ട്. അപ്പം ആ ഒരു ഫസ്റ്റ് സ്റ്റേജിൽ ഇതാണ് ഇതിൻ്റെ സിംറ്റം എന്ന് പറയുന്നത്. ആ ഒരു സ്റ്റേജിൽ നമുക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഇതിനെ മാറ്റിയെടുക്കാൻ സാധിക്കും. അടുത്തൊരു സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മൾ ഇരുന്നിട്ട് എഴുന്നേൽക്കുമ്പോൾ കുറേ നേരം നിൽക്കുമ്പം അല്ലെങ്കിൽ കുറച്ച് നേരം ഒന്ന് എന്താ പറയുക ഓടുമ്പോഴൊക്കെ പെട്ടെന്ന് ഈ വേദന വരും. നല്ല വേദനയായിരിക്കും നമുക്ക് വരിക. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമുക്കൊരു സെക്കൻഡ് സ്റ്റേജായിട്ട് പറയാം. അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ എപ്പോഴും വേദനയായിരിക്കും. നമ്മൾ പ്രത്യേകിച്ച് ഒരു മൂവ്മെൻറ്റ്സ് ഒന്നും ചെയ്തില്ലെങ്കിൽ തന്നെ നല്ല വേദന, നല്ല പുകച്ചിൽ ഇതൊക്കെ അനുഭവപ്പെടും പ്ലാന്റാർ ഫേഷ്യേറ്റിസിൻ്റെ ലാസ്റ്റ് സ്റ്റേജിൽ. അപ്പം ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ ട്രീറ്റ്മെൻറ്റ് നേടാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ആയുർവേദത്തിൽ ഇതിന് നല്ല രീതിയിലുള്ള മാനേജ്മെൻ്റ് ഉണ്ട്. ഇൻ്റർണൽ മെഡിസിൻ എന്തായാലും ഉണ്ടാവും. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ആ രോഗിക്ക് പറ്റുന്ന രീതിയിലുള്ള തൈലം വെച്ചിട്ട് അഭ്യംഗം ചെയ്യാൻ, അതായത് മസാജ് ചെയ്യാൻ, ആ ഭാഗം വേദനയുള്ള ഭാഗം മസാജ് ചെയ്യാൻ പറയും. പിന്നെ ലേപങ്ങൾ, ആ ഒരു കണ്ടീഷൻ അനുസരിച്ചിട്ടുള്ള ലേപങ്ങൾ പറയും. പിന്നെ ധാര, അതായത് എന്തെങ്കിലും മെഡിസിൻസ് വെച്ചിട്ട് ഒരു കഷായം പോലെ ഉണ്ടാക്കി ആ ഒരു ഭാഗത്ത് ഒഴിക്കുന്ന ഒരു പരിപാടിയാണ്. അത് നമുക്ക് വീട്ടിൽ ചെന്നും ചില ഡോക്ടേഴ്സ് പറയാറുണ്ട് ചെയ്യാൻ. ആ രീതിയിലും ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. അങ്ങനെ പല രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് പ്രൊസീജിയർ ആയുർവേദത്തിലുണ്ട്. അതിനോടൊപ്പം തന്നെ ഇൻ്റർണൽ മെഡിസിൻ നിർബന്ധമായിട്ടും കഴിച്ചുപിടിക്കണം. അതുകൂടാതെ ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഹോം റെമഡീസ് ആണ്. അതായത് ഇൻ്റർണൽ മെഡിസിൻ കഴിക്കാതെ മാറ്റാനുള്ള ഹോം റെമഡീസ് അല്ല. ഇൻ്റർണൽ മെഡിസിൻ കഴിച്ചുകൊണ്ട് തന്നെ നമ്മൾക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഹോം റെമഡീസാണ് പറയുന്നത്. ഈ ഹോം റെമഡീസ് ചെയ്താൽ നമ്മൾക്ക് വേദനയ്ക്കൊക്കെ അല്ലെങ്കിൽ നീരിനൊക്കെ നല്ലൊരു ആശ്വാസം കിട്ടും. ആദ്യം തന്നെ നമ്മൾ ഉപ്പിട്ട വെള്ളത്തിൻ്റെ ആവി നന്നായിട്ട് കൊള്ളുക, ആ വേദനയുള്ള ഭാഗത്ത് നന്നായിട്ട് കൊള്ളുക. അടുത്തതായിട്ട് ചെറു ചൂടുവെള്ളവും ഐസ് വാട്ടറും കൂടെ 2 ബക്കറ്റിലായിട്ട് അല്ലെങ്കിൽ കാല് മുക്കി വെക്കത്തക്ക രീതിയിൽ വെച്ചിട്ട് കുറച്ച് നേരം ചെറു ചൂടുവെള്ളത്തിനകത്ത് വെക്കുക. കുറച്ച് നേരം അത്രയും തന്നെ സമയം തണുത്ത വെള്ളത്തിനകത്തും കാല് മുക്കി വെക്കുക. അങ്ങനെ ഒരു 10 വട്ടം ചെയ്യുന്നത് നല്ലതാണ്. അടുത്തത് ഐസ് പാക്ക് വെക്കുന്നതാണ്. അത് ഒരു കുറച്ച് നേരം ഇങ്ങനെ വെച്ചാൽ നമുക്ക് വേദനയിൽ നിന്നൊരു ശമനം കിട്ടും. അടുത്തതാണ് എരിക്കില നമുക്ക് ചെറുതായിട്ട് ചൂടാക്കിയിട്ട് പറ്റുമെങ്കിൽ അതിനകത്ത് നിങ്ങൾ ഡോക്ടേഴ്സ് എന്തെങ്കിലും തൈലം തന്നിട്ടുണ്ടെങ്കിൽ ആ തൈലം, ഇതിലൊന്നും ഇല്ലെങ്കിൽ നമുക്ക് കോക്കനട്ട് ഓയിൽ അതിനകത്ത് തേച്ചിട്ട് എന്നിട്ട് ചൂടാക്കിയിട്ട് ചെറു ചൂടോടെ പൊള്ളിക്കാതെ ചൂടൊക്കെ ഒന്ന് നോക്കിയിട്ട് ആ വേദനയുള്ള ഭാഗത്ത് വെച്ചിട്ട് ബാൻഡേജ് ചെയ്ത് ചെയ്യാം. അടുത്തത് പുളിയിലയാണ്. അതായത് നമ്മുടെ വാളംപുളി ഉണ്ടല്ലോ, ആ കുടംപുളിയല്ല, വാളംപുളിയുടെ ഇല പേസ്റ്റ് ആക്കിയിട്ട് അവിടെ തേക്കാം. അങ്ങനെ എന്നിട്ടൊരു 45 മിനിറ്റ് കഴിഞ്ഞിട്ട് ചെറു ചൂടുവെള്ളത്തിൽ കഴുകി കളഞ്ഞ് നന്നായിട്ട് ഉപ്പി ഈർപ്പമൊക്കെ നന്നായിട്ട് കളയുന്നത് ഈ വേദന ശമിക്കാൻ വളരെ നല്ലതാണ്. നീരുണ്ടെങ്കിലും ഇത് മാറാൻ സഹായിക്കും. പിന്നെയാണ് രാസ്നാദിപ്പൊടി ഒരു 1/2 ടീസ്പൂൺ രാസ്നാദിപ്പൊടി എടുക്കുക. ഒരു ബൗളിനകത്ത് ഒരു നാരങ്ങ ഫുള്ള് പിഴിഞ്ഞൊഴിക്കുക. എന്നിട്ട് ഈ 1/2 ടീസ്പൂൺ രാസ്നാദിപ്പൊടി അതിനകത്ത് കലക്കുക. അപ്പോൾ ഒരു വെള്ളം പോലെ ഇതിരിക്കും ഈ ഒരു മിശ്രിതം. അത് നമ്മൾ ഫ്ലെയിമിൽ കാണിച്ച് ഗ്യാസ് ഓണാക്കി ആ ബൗള് ഫ്ലെയിമിൽ കാണിച്ച് ഒരു സ്പൂൺ കൊണ്ട് ഇങ്ങനെ ഇളക്കി വരുമ്പം ഇത് കുറുകി തുടങ്ങും, ഇത് ടൈറ്റായി തുടങ്ങും. അങ്ങനെ നമ്മളൊരു കുറച്ച് എന്ന് വെച്ചാൽ പേസ്റ്റ് പോലെ ആക്കണം. അതായത് നമ്മുടെ ചർമ്മ ആ ഒരു ഭാഗത്ത് വേദനയുള്ള ഭാഗത്ത് ഇട്ടാൽ ഒലിച്ചു പോകാത്ത വിധത്തിൽ
ആ രീതിയിലുള്ള കട്ടിയാക്കിയിട്ട് ചെറു ചൂടോടെ ആ വേദനയുള്ള ഭാഗത്ത് ഒരു 30 മിനിറ്റ് അല്ലെങ്കിൽ 45 മിനിറ്റോളം ഇട്ടിട്ട് ചൂടുവെള്ളത്തിൽ കഴുകി കളഞ്ഞ് ഈർപ്പൊക്കെ ഉപ്പി ചെയ്യുന്നതും നല്ലതാണ്. അത് നമുക്കൊരു ഒരാഴ്ചയോളം ചെയ്താൽ നീരൊക്കെ ഉണ്ടെങ്കിൽ മാറും, വേദനയും ശമിക്കും. പിന്നെ എരിക്കലയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ സെയിം രീതിയിൽ നമുക്ക് ആവണക്കില വെച്ചിട്ട് ചെയ്യാം. ആവണക്കില ഒന്നിൽ ചൂടാക്കി ഡയറക്റ്റ് ആ ചെറു ചൂടോടെ നമുക്ക് ബാൻഡേജ് പോലെ ചെയ്യാം, അല്ലെങ്കിൽ അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ തേച്ചിട്ട് ചൂടാക്കിയിട്ട് അവിടെ ബാൻഡേജ് പോലെ ചെയ്യാം. ആവണക്കില അതും നല്ലതാണ്. അടുത്ത് നമുക്ക് നല്ല പുകച്ചിൽ, സഹിക്കാൻ പറ്റാത്ത പുകച്ചിലൊക്കെ ഉണ്ടെങ്കിൽ മോരും വെള്ളം ഉണ്ടല്ലോ, അതിനകത്ത് കാല് മുക്കി വെക്കുന്നത് ഈ പുകച്ചിലൊക്കെ മാറാൻ നല്ലതാണ്. പിന്നുള്ളതാണ് ക്യാബേജിൻ്റെ ഇല. ക്യാബേജിൻ്റെ ഇല ഈ ഒരു വേദനയുള്ള ഭാഗത്ത് പൊതിഞ്ഞ് നമുക്ക് ഓവർനൈറ്റ് കിടക്കുന്ന സമയത്ത് പൊതിഞ്ഞ് വെച്ചിട്ട് പിറ്റേ ദിവസം മാറ്റിക്കളയാം. അതും ഈ ഇൻഫ്ലമേഷനൊക്കെ കുറയ്ക്കാൻ നല്ലതാണ്. അടുത്തതാണ് നമ്മളൊരു പ്ലാസ്റ്റിക് ബോട്ടിലിനകത്ത് വെള്ളം നിറച്ചിട്ട് അതിനകത്ത് ഇങ്ങനെ റോൾ ചെയ്ത് പോകുന്നത്. അങ്ങനെ നമ്മൾ എണ്ണണം, ഒരു 10 വട്ടം അല്ലെങ്കിൽ ഒരു 15 വട്ടം അങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്. അത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ പ്ലാന്റാർ ഫേഷ്യ കുറച്ച് സ്ട്രെച്ച് ആവാനൊക്കെയാണ് ഇത് ചെയ്യുന്നത്. അങ്ങനെ ചെയ്താൽ നമുക്ക് ആ പെയിനൊക്കെ ഒന്ന് കുറച്ച് നന്നായിട്ട് മാനേജ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഉള്ളത് സ്ട്രെച്ചിങ് എക്സസൈസ് ആണ്. കാൽപാദം നമ്മൾ ഈ വിരലിൻ്റെ അവിടെ പിടിച്ചിട്ട് പുറകോട്ട് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യുന്നത്, ഈ പടത്തിൽ കാണുന്ന പോലെ. അത് വളരെയധികം നല്ലതാണ്. അത് നേരത്തെ പറഞ്ഞ പോലെ ഈ പ്ലാന്റാർ ഫേഷ്യ സ്ട്രെച്ച് ചെയ്യാനും വേദന കുറയാനും ഒക്കെ വളരെയധികം ഉപകാരപ്പെടും. പിന്നെ ഓവർ വെയിറ്റ് കൊണ്ടാണ് ഇത് വന്നതെങ്കിൽ നമ്മൾ വെയിറ്റ് കുറച്ചേ മതിയാകൂ. വെയിറ്റ് കുറയ്ക്കാനുള്ള കാര്യങ്ങൾ ചെയ്താൽ തന്നെ ഇത് മാറും നമുക്ക്. അടുത്തതായിട്ട് സ്ലിപ്പർ, അതായത് ഷൂസൊക്കെ കട്ടിയുള്ളതൊന്നും ഇടാതെ ഇതിന് പറ്റുന്ന ചെരുപ്പൊക്കെ അവൈലബിൾ ആണ്, അതൊക്കെ വാങ്ങി ഉപയോഗിക്കുക. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ഒരു ഹോം റെമഡീസ് ഒക്കെ ചെയ്താൽ നമുക്ക് വേദന, നീര്, അതിൽ നിന്നൊക്കെ നല്ലൊരു ശമനം കിട്ടും. എല്ലാവരും തന്നെ ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ ഇതിന് ട്രീറ്റ്മെൻറ്റ് തേടുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് ഇത് മാറ്റാൻ പറ്റും. എല്ലാവർക്കും വീഡിയോ ഉപകാരപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു സോ മച്ച്.